ബൃന്ദ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സിന്റെ കട്ട ഫാനായിട്ടും ഒരുപക്ഷെ ഞാനായിരിക്കും ഈ സീരീസ് ഏറ്റവും ലാസ്റ്റ് കാണുന്ന റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി. അതും പേഴ്സണൽ ഫേവറേറ്റ് ആക്ട്രസിൽ ഒരാളായ തൃഷ അഭിനയിച്ചിട്ട് കൂടി. എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ അങ്ങനെ കാണാതെ വെച്ചതാണ്. പിന്നെ എനിക്ക് തോന്നി ലേറ്റ് ആയി പോയി, ഇനിയിപ്പോ എന്തിനാ അങ്ങനെ. എനിവേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുറച്ച് ദിവസമായിട്ട് ഇത് റിവ്യൂ ചെയ്യണമെന്ന് കമന്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ട് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. സൂര്യ മനോജ് വെങ്കാല രചനയും സംവിധാനവും നിർവഹിച്ച് തൃഷ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്ന ബൃന്ദ എന്ന തെലുഗു സീരീസിനെ കുറിച്ചാണ് ഇന്ന്. കായലരികത്ത് നിന്ന് ലഭിക്കുന്ന ഒരു മൃതശരീരം, അത് ആത്മഹത്യ എന്ന് സീനിയർ ഉദ്യോഗസ്ഥർ മുദ്ര കുത്തുമ്പോൾ അതൊരു കൊലപാതകമാണെന്ന് ശാസ്ത്രീയമായ തെളിവുകളോടെ സമർത്ഥിക്കുന്ന പുതിയ ഇൻസ്പെക്ടറായ ബൃന്ദ. അവൾ തെളിയിച്ചു വിടുന്ന ആ ഒരു ചെറിയ തിരുനാളം ക്രൈമുകളുടെയും അനീതിയുടെയും ഒരു വലിയ കൂരിരുട്ടിലേക്കാണ് ചെന്നു ചേർന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള അന്വേഷണ തുരയുള്ള ഒരു ട്രൂ ഡിറ്റക്റ്റീവ് ഇല്ലേ, അത്തരം ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്തരത്തിലുള്ള ഒരാളാണ് ഇതിലെ ബൃന്ദ. തൊട്ടാൽ പൊള്ളുന്ന ഒരു പ്രമേയം കൈവച്ച പ്ലോട്ട് ഉൾപ്പെടെ പോസിറ്റീവ്സ് ഏറെയാണ് ഈ സീരീസിനുള്ളത്. അന്വേഷണത്തിനിടെ വില്ലനിലേക്ക് വഴിതെളിക്കുന്ന കണ്ടെത്തലുകൾ ഭയങ്കര കൺവിൻസിംഗ് ആയിരുന്നു. അതിങ്ങനെ കൃത്യം ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക്, ഇപ്പോൾ ഒരു കയറിന്റെ ഒരറ്റത്ത് നിന്നും തുടങ്ങി ഇങ്ങനെ അങ്ങേയറ്റത്തേക്ക് പോകുന്നത് പോലെ അന്വേഷിച്ച് ഒരു പോക്കാണ് കില്ലറിലേക്കുള്ള ബൃന്ദയുടെ പോക്ക്. അത് ഭയങ്കര രസമായിരുന്നു. നമുക്കും ഇങ്ങനെ പുള്ളിക്കാരുടെ കൂടെ പോകാനായിട്ട്. തൃഷയുടെ ഗംഭീര പെർഫോമൻസും സാന്നിധ്യവും സീരീസിന്റെ കരുത്താണ്. വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ബൃന്ദ. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു പെണ്ണ്. സോ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ എന്ന് ഫീൽ തരുന്ന ഒരു ക്യാരക്ടറാണ്. കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതേസമയം അന്യായ നിരീക്ഷണ പാഠവുമുള്ള ഒരു എസ്ഐ. ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് കിടിലനായിട്ട് തൃഷ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പെർഫോമൻസിൽ ഠാക്കൂർ ആയിട്ട് വന്ന ആനന്ദസ്വാമിയുടേതും എടുത്തു തന്നെ പറയണം. എസ്ഐ സാരഥിയായിട്ട് വന്ന രവീന്ദ്ര വിജയ്, അതുപോലെ കബീർ ആനന്ദായിട്ട് വന്ന ഇന്ദ്രജിത് സുകുമാരൻ, ഇവർ രണ്ടുപേരും നൈസ് ആയിരുന്നു. അതുപോലെ അമ്മയായിട്ട് വന്ന പഴയ നടി ആമനി, രഘുവായിട്ട് വന്ന ജയപ്രകാശ് എന്നിവരും നന്നായിട്ടുണ്ടായിരുന്നു. ക്രിഞ്ചായിട്ട് പോകേണ്ടിയിരുന്ന പഴയകാല 70കളിലെയും 80കളിലെയും ചില സോപ്പ് പെട്ടി കഥകളുണ്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാം. സോ ബേസിക്കലി അത്തരത്തിലൊരു കഥ ഇതിലുമുണ്ട് എന്ന് പറയാമെങ്കിലും അത് ക്രിഞ്ച് ആകാതിരുന്നത് ഇതിന്റെ മേക്കിംഗ്, സ്ക്രിപ്റ്റ് ആൻഡ് പെർഫോമൻസുകളിലെ മികവുകൾ കൊണ്ടാണ്. അതിപ്പോ തൃഷയുടെയും ഇന്ദ്രയത്തിന്റെ മാത്രമല്ല, ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുമ്പോൾ അഭിനയിച്ച താരങ്ങൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ പെർഫോമൻസുകളും കൊണ്ടുകൂടിയാണ്. ദിനേഷ് കെ ബാബു ആണ് ഇതിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. അൻവർ അലിയാണ് എഡിറ്റർ. രണ്ടും കൊള്ളാമായിരുന്നു. അതുപോലെ ശക്തികാന്ത് കാർത്തികിന്റേതാണ് ഇതിന്റെ മ്യൂസിക്. ടൈറ്റിൽ മ്യൂസിക് ഒക്കെ നല്ലൊരു മൂഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ VFXലെ ചെറിയ ചില പോരായ്മകൾ, അതുപോലെ ചില ഭാഗങ്ങളിൽ ലെങ്ത് സീരീസിന്റെ മൊത്തത്തിലുള്ളത് കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നിയത്, പിന്നെ ചില്ലറ ലോജിക്കൽ പ്രശ്നങ്ങൾ, ഇതൊക്കെ വേണമെങ്കിൽ പോരായ്മയായിട്ട് പറയാം. അതുപോലെ ഭൂതകാലം വേട്ടയാടുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, പ്രൊഫഷണൽ ഈഗോ, ഇങ്ങനെയുള്ള സ്ഥിരം ക്ലീഷ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിലും മേക്കിങ്ങും സ്ക്രിപ്റ്റും പെർഫോമൻസ് എന്നിവ കൊണ്ട് ഈ പരിമിതികളൊക്കെ ഈ സീരീസ് കവർ ചെയ്യുന്നുണ്ട്. ക്യാരക്ടേഴ്സിനെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതുകൊണ്ട് തന്നെ ഇമോഷണൽ കണക്ഷനും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതും സീരീസിന്റെ മികവാണ്. ഈ വിശ്വാസം അന്ധവിശ്വാസം എന്നുള്ള ഒരു ചേരിതിരിവുണ്ടല്ലോ, അതിൽ ബൃന്ദ പറയുന്നത് പോലെ രണ്ട് സൈഡും പറഞ്ഞ് തെറ്റ് ചെയ്യരുത് എന്നതാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. അതാണ് ഈ സീരീസ് നൽകുന്ന സന്ദേശവും. സോ ആകെ മൊത്തം ടോട്ടലിൽ എനിക്ക് ഇഷ്ടമായിട്ടുള്ള വർക്കായ ഒരു സീരീസ് ആണിത്. കണ്ടു കഴിഞ്ഞപ്പോഴും ഈ ബൃന്ദ എന്ന ക്യാരക്ടർ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. എന്നെ പോലെ ഇത് കാണാതെ മാറ്റിവെച്ച ആരെങ്കിലും, ഏതെങ്കിലും ത്രില്ലർ പ്രേമികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യരുത്, കണ്ടു നോക്കുക. വെർത്ത് വാച്ചാണ്. ഈ സീരീസ് സോണി ലിവിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. തെലുഗു ആണ് ഒറിജിനൽ ലാംഗ്വേജ്. മലയാളം ഡബ്ബിംഗ് ഉണ്ട്. ഞാൻ മലയാളമാണ് കണ്ടത്. മലയാളം ഡബ്ബിംഗ് അത്ര നിലവാരമുള്ളതായിട്ട് തോന്നിയില്ല, പക്ഷെ കുഴപ്പമില്ല, ഓക്കെ എന്നൊരു ഫീൽ ആയിരുന്നു. 40-45 മിനിറ്റുള്ള 8 എപ്പിസോഡുകളാണ് സീരീസിന് മൊത്തത്തിലുള്ളത്. അഡൽട്ട് കണ്ടന്റ് ഒന്നുമില്ല, ഫാമിലിയോടൊപ്പം വേണമെങ്കിൽ കാണാം. അതുപോലെ തന്നെ ഈ സീസൺ കൊണ്ട് ഈ കഥ തൽക്കാലമായിട്ട് തീർന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ സീസൺ 2 ബൃന്ദ എന്ന ക്യാരക്ടർ വെച്ച് ചെയ്താൽ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു സ്റ്റോറിയാണ്. ഈ ബൃന്ദയെ പോലുള്ള അന്വേഷണ ത്വരയുള്ള ഓഫീസേഴ്സ് ഒരു 100-ൽ 5 പേരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ സോൾവ് ആകാതെ കിടക്കുന്ന പല കേസുകളും എന്നേ സോൾവ് ആയി പോയനെ. സോ ബി ലൈക്ക് ബൃന്ദ. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.